പരിശുദ്ധ റമളാനിലെ 25ാമത്തെ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് അവസാനത്തെ വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുള്ള നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹ വർഷങ്ങൾ നൽകുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾ, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. വിശുദ്ധ റമളാനിൻ്റെ ദിനരാത്രങ്ങളിൽ നരകത്തിൽ നിന്ന് മോചനം നൽകപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നരകമോചനം കൊണ്ട് ഭാഗ്യം സിദ്ധിച്ചവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിലെ ചില രോഗികൾ ഒക്കെ ഉണ്ട്. നമുക്ക് തറാവീഹിന് നേതൃത്വം നൽകുന്ന ഇല്യാസ് ഉസ്താദിന് തൊണ്ടക്ക് വേദനയും ശബ്ദം ലഭിക്കാത്ത പ്രശ്നവുമൊക്കെ ഉണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. ക്ഷീണിതനാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ എത്രയും എളുപ്പത്തിൽ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. പൂർവ്വ ആരോഗ്യസ്ഥിതിയിലേക്ക് എത്രയും എളുപ്പത്തിൽ തിരിച്ചു വന്ന് വളരെ ഭംഗിയായ രീതിയിൽ ഇവിടുത്തെ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകാൻ അദ്ദേഹത്തിന് അള്ളാഹു ഭാഗ്യം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധ റമളാനുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ 5 സൂക്തങ്ങൾ 183 മുതൽ 187 വരെയുള്ള 5 സൂക്തങ്ങളിൽ നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അതിൽ തഖ്വയെക്കുറിച്ചാണ്. ലഅല്ലക്കും തത്തഖൂൻ എന്നതുകൊണ്ടാണ് 1ാമത്തെ സൂക്തം അവസാനിപ്പിച്ചത്. നമ്മൾ പലവട്ടം അത് പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് 2ാമത്തെ സൂക്തം കഴിഞ്ഞ് 3ാമത്തെ സൂക്തം നോമ്പിൻ്റെ പരിസമാപ്തിയെക്കുറിച്ചാണ് അല്ലാഹു തആല പറയുന്നത്. ആദ്യം പറഞ്ഞത് നോമ്പ് നിങ്ങളെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്, തഖ്വ ഉണ്ടാകാൻ വേണ്ടിയാണ്. അത് പറഞ്ഞ് വേറൊരു വിഷയം പറഞ്ഞ് ചില മസാലകളൊക്കെ പറഞ്ഞു. അടുത്ത് പറയുന്നത് നോമ്പിൻ്റെ പരിസമാപ്തി, നോമ്പ് അവസാനിക്കുന്ന രംഗം. ആ രംഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. എന്തിനാണ് നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുന്നത്? നോമ്പ് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടായിരിക്കേണ്ട മാനസികാവസ്ഥ എന്തായിരിക്കണം എന്നതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് 185ാമത്തെ സൂക്തത്തിൻ്റെ തുടക്കം മുതൽ ഇങ്ങനെ ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദ എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ സൂക്തം അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത് വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലക്കും തഷ്കുറൂൻ. നിങ്ങൾ ഈ നോമ്പിനെ അവസാനിപ്പിക്കുന്നത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ പൂർത്തിയാക്കാൻ വേണ്ടിയാണ്. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, അള്ളാഹു നിങ്ങൾക്ക് മാർഗദർശനം നൽകിയതിൻ്റെ പേരിൽ, അള്ളാഹു നിങ്ങൾക്ക് വഴി കാണിച്ചു തന്നതിൻ്റെ പേരിൽ നിങ്ങൾ അള്ളാഹുവിന് തക്ബീർ ചൊല്ലാൻ വേണ്ടിയാണ്. നിങ്ങൾ അള്ളാഹുവിനെ വാനോളം പുകഴ്ത്താൻ വേണ്ടിയാണ്. പടച്ചോനെ കിട്ടിപ്പോയി, ഒരു വലിയ നിധി കിട്ടിപ്പോയി, ഞാൻ പ്രൈസ് അടിച്ചുപോയി, ഞാൻ ജേതാവായിപ്പോയി, എൻ്റെ മുമ്പുള്ള ആളുകൾക്ക് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ സമുദായത്തിൻ്റെ മുമ്പുള്ള ആളുകൾക്ക് ഖുർആനില്ല, അവർക്ക് റമളാനില്ല. ശരിയാണ്, അവർക്ക് നോമ്പുണ്ടായിരുന്നു, പക്ഷെ അവർക്ക് റമളാനില്ല, അവർക്ക് ഖുർആനില്ല, അവർക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ല. അതൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് നീ എത്ര വലിയ മഹാനാണ്, നീ എത്ര വലിയ ഉന്നതനാണ്, നീ എത്ര വലിയ ഐശ്വര്യവാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നോമ്പിൻ്റെ പൂർത്തീകരണത്തിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്വം പറയണം. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, നിങ്ങളെ മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾക്ക് ഇല്ല എന്ന് മാത്രമല്ല, നിങ്ങളെ കാലത്തുള്ള ആളുകൾക്ക് പോലും അള്ളാഹുവിനെ അറിയാത്തവരുണ്ട് നമ്മുടെ ചുറ്റുഭാഗത്തും, അള്ളാഹുവിൻ്റെ റസൂലിനെ അറിയാത്തവരുണ്ട് നമ്മുടെ ചുറ്റുഭാഗത്തും, വിശുദ്ധ വേദഗ്രന്ഥത്തെക്കുറിച്ച് കേൾക്കാത്തവരുണ്ട്, പഠിക്കാത്തവരുണ്ട് നമ്മുടെ ചുറ്റുഭാഗത്തും.
ഒരു വലിയ ജനസഞ്ചയം നമ്മുടെ നാല് ഭാഗത്തും ഇരുട്ടിൽ തപ്പി തടഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞു, വീണ്ടും അറിഞ്ഞു, വീണ്ടും കേട്ടു. നമ്മൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വീണ്ടും വീണ്ടും നമ്മൾ കേൾക്കുന്നു. വിശുദ്ധ ഖുർആൻ പാരായണം നമ്മൾ ആവർത്തിച്ചുകൊണ്ട് ചെയ്യുന്നു. പരമാവധി നമ്മുടെ ശക്തിയും ഊർജവും സംഭരിച്ചുകൊണ്ട് ഖുർആനിൻ്റെ ആശയങ്ങൾ പഠിക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നു. വിശുദ്ധ റമദാനിൽ വീണ്ടും പരിശ്രമിക്കുന്നു. ആവർത്തിച്ച് എനിക്കും നിങ്ങൾക്കും ഈ സന്മാർഗത്തിൻ്റെ വെളിച്ചം റിന്യൂ ചെയ്യപ്പെടുകയാണ്. എപ്പോഴാണ് റിന്യൂ ചെയ്യപ്പെടുന്നത്? എൻ്റെ വലതുഭാഗത്തുണ്ട്, എൻ്റെ ഇടതുഭാഗത്തുണ്ട്, എൻ്റെ മുൻഭാഗത്തുണ്ട് എന്നെക്കാളും വലിയ സുഖജീവിതം നയിക്കുന്നവരുണ്ട്, നമ്മെക്കാളും വലിയ സൗകര്യങ്ങളിൽ ജീവിക്കുന്നവരുണ്ട്, അധികാരമുള്ളവരുണ്ട്, സമ്പത്തുള്ളവരുണ്ട്, സ്വാധീനമുള്ളവരുണ്ട്, ആരോഗ്യമുള്ളവരുണ്ട്. പക്ഷേ അവർക്കൊന്നും പടച്ചോനെ നീ മുഹമ്മദ് നബിയെ പരിചയപ്പെടുത്തി കൊടുത്തില്ല. അവരിൽ ഒരാളെയും നീ വിശുദ്ധ വേദഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വഴി നടത്തിയില്ല. അവർക്ക് ഒരാൾക്കും നീ റമളാനിൻ്റെ കാരുണ്യത്തിലേക്ക് അവരെ കൊണ്ടുവന്നില്ല. അതിൻ്റെ ഒക്കെ ഭാഗ്യം നമുക്കാണ് നീ തന്നിട്ടുള്ളത്, എനിക്കാണ് നീ തന്നിട്ടുള്ളത്. അതുകൊണ്ട് നീ എത്ര വലിയ മഹാനാണ്, നിന്റെ ജീവിത പദ്ധതി എത്ര വലിയ മഹത്വമാണ്, നിന്റെ പ്രവാചകൻ എത്ര വലിയ ആളാണ്, നിന്റെ വേദഗ്രന്ഥം എത്ര വലിയ ഗ്രന്ഥമാണ്, നിന്റെ വിശുദ്ധ റമളാൻ എത്ര വലിയതാണ്, നിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾ എത്ര വലിയതാണ്. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. അള്ളാഹുവിൻ്റെ മഹത്വം വിളിച്ചു പറയാൻ, അള്ളാഹുവിൻ്റെ മഹത്വം വിളിച്ചു പറയാൻ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മഹത്വം വിളിച്ചു പറയണം, അള്ളാഹുവിൻ്റെ കിതാബിൻ്റെ മഹത്വം വിളിച്ചു പറയണം, അള്ളാഹുവിൻ്റെ ശരീഅത്തിൻ്റെ മഹത്വം വിളിച്ചു പറയണം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിൻ്റെ മേലെ ഒരാളുടെ നാട്ടു നടപ്പുമില്ല. പ്രവാചക തിരുമേനി കാണിച്ചു തന്നതിൻ്റെ മേലെ ഒരു മാമൂലുമില്ല, ഒരു വല്യാപ്പൻ്റെ സമ്പ്രദായവുമില്ല. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. ഇതൊക്കെ വലിയത് എന്ന് പറഞ്ഞേതാ? ഏതാണ് വലിയത്? അള്ളാഹുവാണ് വലിയവൻ. അള്ളാഹുവിൻ്റെ മേലെ ഒരാളെയും കയറ്റി വെക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ശരീഅത്തിൻ്റെ നിയമങ്ങൾക്ക് മുകളിൽ ഒരു നിയമത്തെയും കൊണ്ടുവരാൻ പാടില്ല. അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാനുള്ള പരിശ്രമം ഇവിടുത്തെ ഭരണകൂടങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അവർക്കെതിരിൽ ജുമാ നിസ്കാരം നിർത്തിവെച്ച് വോട്ട് ചെയ്യാൻ പോകണമെന്ന ഫത്വ ഇൻഷാ അല്ലാഹ് പിന്നീട് നമ്മൾ പറയും. ഇപ്പം ഞാനതിനെക്കുറിച്ച് സംസാരിക്കുകയല്ല. അള്ളാഹുവിൻ്റെ നിയമം സ്ഥാപിക്കാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കെതിരിലുള്ള അക്രമികളായ ഭരണാധികാരികളെ നാട്ടിൽ നിന്ന് തുരത്തിയോടിക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം പരിശ്രമങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എല്ലാ ത്യാഗങ്ങളും നമ്മൾ അതിനു വേണ്ടി ചെയ്യണം. കാരണം നാളെയും ഇവിടെ നിസ്കരിക്കണം, നാളെയും ഇവിടെ ജുമാ നിസ്കാരം വേണം, നാളെയും പള്ളികൾ വേണമെങ്കിൽ ഇന്നത്തെ ഒരു നിസ്കാരം ക്യാൻസലാക്കിക്കൊണ്ടെങ്കിലും വോട്ട് ചെയ്ത് ഈ രാജ്യത്തെ ഇസ്ലാമിക വിരുദ്ധ ശക്തികളെ, ഫാസിസ്റ്റ് ശക്തികളെ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ നാട്ടിലെ ഓരോ മുസ്ലിം പൗരനും ബദ്ധശ്രദ്ധനാവണമെന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ജുമാ ദിവസത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ പാടില്ല എന്ന് ഉത്തരവാദപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽ നമ്മുടെ ആളുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഒരു വോട്ടെങ്കിലും, ഒരു വോട്ട് കുറയണം എന്നത് ബോധപൂർവം അവർ തീരുമാനിച്ചതായതുകൊണ്ട് നമ്മളും അതിൻ്റെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്കത് പറയാം. അതുകൊണ്ട് വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. നോമ്പിനെ കുറിച്ച് പറഞ്ഞ മൂന്നാമത്തെ സൂക്തം നോമ്പ് അവസാനിക്കുന്ന വിഷയമാണ് പറയുന്നത്. നോമ്പ് അവസാനിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടായിരിക്കേണ്ട മാനസികാവസ്ഥ, അള്ളാഹു വലിയവൻ, ഈ വലിയ അനുഗ്രഹം എനിക്ക് തന്നിട്ടുള്ള അള്ളാഹുവിൻ്റെ കിതാബാണ് വലുത്, അള്ളാഹുവിൻ്റെ ശരീഅത്താണ് വലുത്, മുഹമ്മദ് നബിയുടെ സുന്നത്താണ് വലുത്. അതിൻ്റെ മേലേക്ക് ഒന്നിനെയും കൊണ്ടുപോയി വെക്കാൻ പാടില്ല. ഇത് പ്രഖ്യാപിക്കേണ്ടത് പെരുന്നാളിൻ്റെ ദിവസമാണ്. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പെരുന്നാൾ ദിവസം തന്നെ നോക്കി പറഞ്ഞത് പെരുന്നാളിൻ്റെ ദിവസത്തിലാണ് എല്ലാം കാറ്റിൽ പറത്തുക. പെരുന്നാളിൻ്റെ ദിവസത്തിലാണ് അള്ളാഹുവിൻ്റെ മേലേക്ക് നാട്ടു നടപ്പുകളെ കയറ്റിവെക്കുക. പെരുന്നാളിൻ്റെ ദിവസത്തിലാണ് ശരീഅത്ത് നിയമങ്ങളെ ഭേദഗതി ചെയ്തുകൊണ്ട് അട്ടിമറിച്ചുകൊണ്ട് നാട്ടു നടപ്പുകൾക്ക് അനുസരിക്കുക. അള്ളാഹു പെരുന്നാളിൻ്റെ ദിവസത്തിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൗഹീദിനെയും സുന്നത്തിനെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഷിർക്കിൻ്റെ കേന്ദ്രങ്ങളിലേക്ക് ജനങ്ങൾ കൂലം കുത്തി ഒഴുകുക, അതുപോലെ ആസ്വാദന കേന്ദ്രങ്ങളിലേക്ക് പോവുക, കൂത്താട്ടത്തിൻ്റെ
കേന്ദ്രങ്ങളിലേക്ക് പോവുക. അതുകൊണ്ട് എല്ലാം തച്ചുടക്കാനുള്ള ദിവസമല്ല, കഴിഞ്ഞുപോയതിന് മുഴുവനും നന്ദി പറയാനുള്ള ദിവസമാണ്. അന്ന് അള്ളാഹുവിൻ്റെ മേലെ നിങ്ങളുടെ മനസ്സിലൊന്നും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അന്നത്തെ ദിവസം തന്നെ നിങ്ങൾ ഉറക്കെ വിളിച്ചു പറയണം, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അവന് മാത്രമാണ് സർവസ്തുതികളും, വേറെ ഒരാൾക്കും ഒരു സ്തുതിയുമില്ല. അവനാണ് ജനിപ്പിച്ചവൻ, അവനാണ് ജീവിപ്പിച്ചവൻ, അവനാണ് അന്നം തരുന്നവൻ, അവനാണ് നാളെ പാരത്രിക ലോകത്ത് സുഖവും ദുഃഖവും നൽകുന്നവൻ, സ്വർഗവും നരകവും കൊടുക്കുന്നവൻ, മാലിക് യൗമിദ്ദീൻ, വേറെ ഒരാളുമില്ല. അതുകൊണ്ട് വലില്ലാഹിൽ ഹംദ് എന്ന് പറഞ്ഞുകൊണ്ട് തക്ബീർ വിളിക്കണം. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു വലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായി ജീവിക്കണം. അതിനു മാത്രം വലിയ അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് തന്നത്, നിങ്ങളെ മുൻഗാമികൾക്ക് കിട്ടിയിട്ടില്ല. നിങ്ങളെ കാലത്തു തന്നെയുള്ള കോടാനക്കോടി ജനങ്ങൾ നിങ്ങളെ നാട്ടിലും കുടുംബത്തിലുമുണ്ട്, അവർക്കൊന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾക്കാണ് ഇത് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായി ജീവിക്കണം. എങ്ങനെ നന്ദിയുള്ളവരായിട്ട് ജീവിക്കുക? റമളാനിൻ്റെ അവസാനം, വിശുദ്ധ റമളാനിൻ്റെ അവസാനത്തിൽ നന്ദിയുള്ളവരായി ജീവിക്കാൻ പറയുമ്പോൾ എങ്ങനെയാണത് നമ്മൾ പ്രയോഗവൽക്കരിക്കേണ്ടത്? റമളാൻ അങ്ങോട്ട് കഴിഞ്ഞാൽ, റമളാനിൻ്റെ തലേന്ന് രാത്രി, റമളാനിൻ്റെ അവസാനത്തെ രാത്രി ഈ പള്ളിയിൽ നിറയെ ആളുണ്ടായിരുന്നു. എന്നാൽ റമളാൻ അങ്ങോട്ട് കഴിഞ്ഞ് പെരുന്നാളിൻ്റെ സുബഹിക്ക് ഈ പള്ളിയിൽ ആളില്ല. ഈ പള്ളിയിൽ അതിൻ്റെ അവകാശികളല്ലാത്തവരൊക്കെ കൂടൊഴിഞ്ഞു പോയി, വിരുന്നുകാരെ കാണാനില്ല. സാധാരണ പള്ളിയിൽ എത്ര ആളുകളാണ് ഉണ്ടാകുക? അവർ മാത്രം ഉണ്ടാകും. എപ്പോൾ? നോമ്പങ്ങട്ട് കഴിഞ്ഞ് തൊട്ടടുത്ത നിസ്കാരത്തിന്. നമ്മളൊരു പക്ഷേ എയർ കണ്ടീഷൻ ഓഫായി, ഇവിടെ എയർ കണ്ടീഷൻ ഓഫായി കറണ്ട് പോയപ്പോൾ ഇപ്പോഴും നമുക്ക് തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. 10 മിനിറ്റ് സമയമായിട്ട് പോലും തണുപ്പ് വിട്ടുപോയിട്ടില്ല, ചൂടായിട്ടില്ല. ഒരു എയർ കണ്ടീഷൻ ഓഫായി പോയാൽ പോലും അതിൻ്റെ സ്വാധീനം, അതിൻ്റെ ഇഫക്റ്റ് ചിലപ്പോൾ അരമണിക്കൂർ സമയം നിൽക്കും. എത്ര കൊടിയ ചൂട് പുറത്തുണ്ടെങ്കിലും നമുക്കിപ്പോൾ ഇവിടെ തണുപ്പുണ്ട്, AC വർക്ക് ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ നോക്കി, പരിശുദ്ധ റമളാൻ സ്വിച്ച് ഓഫ് കഴിഞ്ഞു, അത് ഓഫായി കഴിഞ്ഞു, ഉടനെ നമ്മുടെ ജീവിതം താളം തെറ്റിപ്പോയി. നമുക്ക് പിന്നെ നിസ്കാരമില്ല, ഖുർആൻ പാരായണമില്ല, ദാനധർമ്മങ്ങളില്ല. ഇങ്ങനെയുള്ള എല്ലാ നല്ല കാര്യങ്ങളെയും നമ്മൾ മാറ്റിവെക്കുകയാണ്. ഒരു അരമണിക്കൂർ സമയം പോലും അതിൻ്റെ സ്വാധീനമില്ലാത്ത വിധത്തിൽ നമ്മൾ അതപ്പതിച്ചു പോയിട്ടുണ്ടെങ്കിൽ ലഅല്ലക്കും തത്തഖൂൻ എന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് വലഅല്ലക്കും തഷ്കുറൂൻ എന്ന് പറഞ്ഞാൽ നോമ്പ് അവസാനിക്കുമ്പോൾ നന്ദിയാണ് വേണ്ടത്. നോമ്പ് അവസാനിക്കുമ്പോൾ കരഞ്ഞിരിക്കല്ലേ വേണ്ടത്. പടച്ചോനെ, വിരുന്നുകാരൻ പോയി, എന്തോ ഒരു നല്ല വിരുന്നുകാരനായിരുന്നു, ആ വിരുന്നുകാരൻ പോയി എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ടത് എന്നല്ല പറയുന്നത്. സന്തോഷിക്കുമ്പോഴല്ലേ നന്ദി പറയാം. എങ്ങനെയാണ് ആ സന്തോഷം? ആ സന്തോഷം, പടച്ചവനെ, പരിശുദ്ധ റമളാനിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഊർജം, എനിക്ക് കിട്ടിയിട്ടുള്ള എനർജി ഒരു കണിക പോലും കുറയാതെ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ കൊണ്ടു നടക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് അപ്രകാരം ജീവിക്കുക. അതാണ് റമളാൻ കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ കാണിക്കുന്ന നന്ദി. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിയോഗത്തെക്കുറിച്ച് സൂറത്ത് ആലു ഇമ്രാൻ്റെ 144 അള്ളാഹു തആല പറയുന്നുണ്ട്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റുസുൽ. മുഹമ്മദ് നബി മറ്റുള്ള പ്രവാചകന്മാരെ പോലെ തന്നെയുള്ള ഒരു മനുഷ്യനായ നബിയാണ്. നബിയാകുമ്പോൾ, മനുഷ്യനായ നബിയാകുമ്പോൾ സ്വാഭാവികമായും മരിച്ചു പോകും, ചിലപ്പോൾ കൊല ചെയ്യപ്പെട്ടു പോകും, ചിലപ്പോൾ രോഗം ബാധിച്ചു പോകും, കിടപ്പിലായി പോകും. മനുഷ്യനല്ലേ? ഉഹദ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുനാഫിക്കുകളിൽപ്പെട്ട ആളുകൾ പ്രചരിപ്പിച്ചു. കണ്ടില്ലേ, നിങ്ങൾ തോറ്റില്ലേ? നിങ്ങൾ കുറേ ആളുകൾ യുദ്ധത്തിന് പോയിട്ട് സ്വന്തം നാട്ടിൽ വന്നിട്ടാണ് യുദ്ധം. ബദർ യുദ്ധം നാട്ടിൻ്റെ പുറത്തായിരുന്നു. ബദർ യുദ്ധം നാട്ടിൻ്റെ പുറത്ത് പോയി യുദ്ധം ചെയ്തിട്ട് നമ്മൾ ജയിച്ചു. ഉഹദ് യുദ്ധം നമ്മുടെ നാട്ടിലാണ്, പരിശുദ്ധ മദീനയിലാണ് ഉഹദ് ഉള്ളത്. നമ്മുടെ നാട്ടിൻ്റെ ഉള്ളിലേക്ക് മക്കയിൽ നിന്ന് ആളുകൾ കയറി വന്നിട്ട് നമ്മുടെ പുരയിൽ കയറിയിട്ട് നമ്മളെ തല്ലിയാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ. എന്നിട്ട് സ്വന്തം നാട്ടിൽ നിങ്ങൾ പരാജയപ്പെട്ടില്ലേ? നിങ്ങളെ നേതാവ് മുഹമ്മദിനെ ഞങ്ങൾ കൊന്നില്ലേ എന്ന് വരെ അവർ കിംവദന്തികൾ പ്രചരിപ്പിച്ചു. അപ്പം അത് കേട്ടിട്ട് ദുർബല വിശ്വാസികളായ ചില ആളുകൾ, ഓ മുഹമ്മദ് നബി മരിച്ചോ, എന്നാൽ പിന്നെ ഇനിയിപ്പോൾ എന്തിനാ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ
കുത്തിർക്കുന്നത്, ഇനി എന്തിനാ മുസ്ലിമായിട്ട് ജീവിക്കണം എന്ന് ചില ആളുകളുടെ മനസ്സിൽ പിശാച് തോന്നിപ്പിച്ചു കൊടുക്കുന്ന രംഗങ്ങളുണ്ടായിരുന്നു. എന്നാൽ അടിയുറപ്പുള്ള ഈമാനുള്ളവർ പറഞ്ഞു, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷഹീദായി പോയിട്ടുണ്ടെങ്കിൽ നമുക്കും മരണം പുൽകുന്നതിന് യാതൊരു തടസ്സവുമില്ല, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ നൽകാമെന്ന് ഉറപ്പിച്ചു. എന്നാൽ റസൂലുള്ള ഷഹീദായി പോയിട്ടില്ല, റസൂലുള്ള ജീവനോടെ ഇരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുർബലരായ ആളുകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റുസുൽ. മറ്റുള്ള പ്രവാചകന്മാരെ പോലെ തന്നെ രോഗം ബാധിക്കാനും മരിച്ചു പോകാനും കൊല ചെയ്യപ്പെട്ടു പോകാനും ഒക്കെ സാധ്യതയുള്ള ഒരു നബി മാത്രമാണ് മുഹമ്മദ്. മുഹമ്മദ് നബി അങ്ങോട്ട് പോയാൽ നിങ്ങൾ ദീനിൽ നിന്ന് പുറത്തു പോവുകയാണോ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊല ചെയ്യപ്പെട്ടു എന്ന് വെക്കുക, എന്നാൽ പോലും നിങ്ങൾ ഈ പ്രസ്ഥാനം വിട്ടു പോവുകയാണോ? മുഹമ്മദ് നബി മരണപ്പെട്ടു പോയി എന്ന് വിചാരിച്ചിട്ട് ഈ പ്രസ്ഥാനത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും പോയാൽ അള്ളാഹുവിന് ഒരു നഷ്ടവുമില്ല. അവൻ പോയാൽ അവന് പോയി, എനിക്കൊരു നഷ്ടവുമില്ല. എന്നിട്ട് അല്ലാഹു പറയാണ്, നന്ദിയുള്ളവർക്ക് അള്ളാഹു വലിയ കൂലി നൽകും. നമ്മുടെ ഈ വിഷയവുമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണിത്. മുഹമ്മദ് നബിയുടെ മരണത്തിൽ നന്ദിയോ? പരിശുദ്ധ റമളാൻ പോകുമ്പോൾ നന്ദിയോ? പരിശുദ്ധ റമളാൻ പോകുമ്പോൾ കരയുകയല്ലേ വേണ്ടത്? മുഹമ്മദ് റസൂലുള്ള പോകുമ്പോൾ കൊല ചെയ്യപ്പെടുകയാണെങ്കിൽ, മരണപ്പെട്ടു പോവുകയാണെങ്കിൽ നമ്മൾ കരഞ്ഞു കുത്തിർക്കല്ലേ വേണ്ടത്? എന്ത് നന്ദിയാണ് അവിടെ? എന്നാൽ അല്ലാഹു പറയുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടു എന്ന് വെക്കുക, കൊല്ലപ്പെട്ടു എന്ന് വെക്കുക, എന്നാലും നന്ദിയുള്ളവരായിരിക്കണം നിങ്ങൾ. എന്താണ് അവിടുത്തെ നന്ദി? അവിടുത്തെ നന്ദി മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ പള്ളിയിൽ സജീവമായിരുന്നു, നമ്മൾ ജിഹാദിന് സജീവമായിരുന്നു, നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നു, നോമ്പെടുത്തിരുന്നു. ഇനി മുഹമ്മദ് നബി അങ്ങോട്ട് പോയ എല്ലാം താപാനായി, എല്ലാം ക്ഷീണിതരായി, പള്ളിയിൽ വരാൻ തോന്നുന്നില്ല, ഖുർആൻ ഓതാൻ തോന്നുന്നില്ല, ദാനധർമ്മങ്ങൾ ചെയ്യാൻ തോന്നുന്നില്ല. അങ്ങനെയല്ല വേണ്ടത്. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ഇടയിലുണ്ടായിരുന്നപ്പോൾ നമ്മൾ എത്രമാത്രം ഊർജ്ജസ്വലരായിരുന്നു, നമ്മൾ എത്രമാത്രം ആവേശഭരിതരായിരുന്നു. അതേ രീതിയിൽ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ കാലത്ത് തൗഹീദും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ എപ്രകാരം പോയിരുന്നു അതുപോലെ പോകണം. ശിർക്കിലേക്ക് കൂപ്പുകുത്താൻ പാടില്ല, ബിദ്അത്തുകൾ കൊണ്ടുവരാൻ പാടില്ല, പുതിയ 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 കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കാൻ പാടില്ല. റസൂലുള്ളാഹിന്റെ കാലത്ത് നിങ്ങളെ എങ്ങനെയായിരുന്നു നട്ടെല്ല് നിവർത്തി നേരെ നിന്നിരുന്നത്, അതുപോലെ റസൂലുള്ളാഹിന്റെ കാലശേഷവും നിൽക്കണം. അതാണ് നന്ദി. അങ്ങനെ നന്ദി കാണിച്ച് ജീവിക്കുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മരണശേഷവും നന്ദിയോടുകൂടി ജീവിച്ചവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വലിയ ഔദാര്യം നൽകുന്നതാണ്. എന്നതുപോലെ തന്നെ പരിശുദ്ധ റമളാൻ ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പരിശുദ്ധ റമളാൻ വളരെ വലിയ വിരുന്നുകാരനായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റമളാനിൽ ഈ പള്ളി ഫുള്ളായിരുന്നു. നമ്മൾ വലിയ പരിശ്രമങ്ങളൊന്നും അതിനുവേണ്ടി ചെയ്തിട്ടില്ല, അനൗൺസ്മെന്റ് നടത്തിയിട്ടില്ല, ആഹ്വാനങ്ങൾ പുറപ്പെടുവിച്ചിട്ടില്ല. എന്നിട്ടും എല്ലാ ആളുകളും കൂട്ടം കൂട്ടമായി പള്ളിയിലേക്ക് വരുന്നു. ഒന്നാമത്തെ സഫിൽ തന്നെ, ഒന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ കൂടെ തന്നെ എല്ലാവരും വരുന്നു. ഇനി നമ്മൾ എത്ര ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയാലും, എത്ര പ്രഖ്യാപനങ്ങൾ നടത്തിയാലും, എത്ര വാദോരാതെ പ്രസംഗിച്ചാലും റമളാനിൻ്റെ ശേഷം ഈ ഒരു ചൈതന്യം നമുക്ക് കാണാൻ കഴിയില്ല. അത് എന്തിൻ്റെ പേരിലാണ്, എന്തിൻ്റെ പേരിലായിരുന്നാലും ഇതുപോലെ ഒരു ആവേശം, ഇതുപോലെ ഒരു ചൈതന്യം ഇനി നമുക്ക് കാണണമെങ്കിൽ അടുത്ത കൊല്ലത്തെ റമളാനിലേക്കാണ്. അതാണ് റമളാനിൻ്റെ പ്രത്യേകത. ഈ വിരുന്നുകാരൻ സാധാരണ വിരുന്നുകാരനല്ല. നിങ്ങൾ ശവ്വാൽ മാസത്തിലും പള്ളിയിൽ വരണം എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. ശവ്വാൽ മാസത്തിലും സക്കാത്ത് കൊടുക്കണം, ശവ്വാൽ മാസത്തിലും ഖുർആൻ ഖതം ചെയ്യണം, ഖിയാമുൽ ലൈൽ വേണം, ഒക്കെ ശരിയാ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് വേറെ തന്നെ ഒരു വിരുന്നുകാരനാണ്. അത് വേറെ തന്നെ ഒരു വിരുന്നുകാരനാ. ആ വിരുന്നുകാരൻ വരുമ്പോൾ ആളുകൾ ഇളകി പുറപ്പെടും, രോമാഞ്ചമുണ്ടാകും. ഈ വിരുന്നുകാരനെ ഇനി നമുക്ക് കാണണമെങ്കിൽ ഒരു വർഷം കാത്തു നിൽക്കണം. എത്ര തന്നെ നമ്മൾ പണിയെടുത്താലും ശവ്വാൽ റമളാൻ പോലെ ആവുകയില്ല.
സംഗതി വലിയ വ്യത്യാസമൊന്നുമില്ല. ശവ്വാലിലും നോമ്പുണ്ട്, ശവ്വാലിലും നിസ്കാരമുണ്ട്, ദുൽഖഅദയിലും നോമ്പുണ്ട്, നിസ്കാരമുണ്ട്, ഹജ്ജുണ്ട്, ഖുർആൻ പാരായണമുണ്ട്, എല്ലാമുണ്ട്. എന്നാൽ പോലും ഈ വിരുന്നുകാരനെ പോലെ ഒരു വിരുന്നുകാരനും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ വിരുന്നുകാരൻ പടിയിറങ്ങിപ്പോകുന്ന സമയത്ത്, ഈ വിരുന്നുകാരൻ നമ്മുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന സമയത്ത് ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും അവസാനത്തെ വെള്ളിയാഴ്ചകളിൽ, അവസാനത്തെ വെള്ളിയാഴ്ച പ്രഭാഷണങ്ങളിൽ ഈ വിരുന്നുകാരന് മാന്യമായ യാത്രയപ്പ് നൽകുന്നു. സ്വീകരിക്കുമ്പോൾ ചിലപ്പോൾ അത്ര ഉഷാറിൽ സ്വീകരിച്ചിട്ടുണ്ടാകൂല. ഒന്നാമത്തെ 10 ഉറങ്ങി തൂങ്ങിപ്പോയിട്ടുണ്ടാകും. ഒന്നാമത്തെ പള്ളിയിൽ നിസ്കരിക്കാൻ വന്നപ്പോൾ ചടപ്പ് തോന്നിയിട്ടുണ്ടാകും. ഖുർആൻ അങ്ങോട്ട് ഓത്ത് ട്രാക്കിൽ കയറിയിട്ടുണ്ടാകൂല. സ്വീകരിക്കാൻ വിരുന്നുകാരനെ സ്വീകരിക്കുമ്പോൾ അലംഭാവം അനുഭവപ്പെട്ടവരുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? എങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ വിരുന്നുകാരൻ ഇവിടെ തന്നെ ഉണ്ട്. വരുമ്പോൾ നിങ്ങൾ അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടാകും. സാരമില്ല, പോകുന്നതിന് മുമ്പ് ആ വിരുന്നുകാരനെ വളരെ മാന്യമായ രീതിയിൽ നിങ്ങൾ പറഞ്ഞയക്കാൻ ശ്രമിച്ചാൽ ആ വിരുന്നുകാരൻ്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് നല്ലതും ഉണ്ടാകും. നാളെ പരലോകത്ത് വന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ആ വിരുന്നുകാരൻ ശഫാഅത്ത് ചെയ്യും. ആ ശഫാഅത്തിൽ നിങ്ങൾ ഉൾപ്പെടണമെങ്കിൽ ഇന്ന് നിങ്ങൾ ഈ വിരുന്നുകാരനെ പറഞ്ഞയക്കുന്ന സമയത്ത് വളരെ മാന്യമായി, വേദനാജനകമായ, കരയുന്ന മനസ്സോടുകൂടി, ഇനി അടുത്ത കൊല്ലമല്ലേ ഇതുപോലെയുള്ള ഒരു കാലാവസ്ഥ നമ്മുടെ നാട്ടുകളിൽ ഉണ്ടാവുകയുള്ളൂ, എത്ര തന്നെ തല കുത്തിമറിഞ്ഞാലും റമദാനിൻ്റെ മുമ്പ് ഇനി ഒരു ചൈതന്യം നമുക്ക് പ്രതീക്ഷിക്കാവതല്ല. അതുകൊണ്ട് ഈ വിരുന്നുകാരൻ ഏറ്റവും വലിയ വിരുന്നുകാരനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും വിളിച്ചു പറയുന്നു, അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ, അസ്സലാമു അലൈക യാ ശഹ്റൽ അൽ മഗ്ഫിറതി വൽ ഗുഫ്റാൻ, അസ്സലാമു അലൈക യാ ശഹ്റൽ ഖുർആൻ, അസ്സലാമു അലൈക യാ ശഹ്റൽ ഖൈറാത്തി വൽ ബറകാത്ത്, അസ്സലാമു അലൈക യാ ശഹ്റൽ മസാബീഹി വത്തറാവീഹ്, അസ്സലാമു വിദാഅൻ ലക അയ്യുഹസ് ശഹ്റുൽ കരീം എന്ന് പള്ളി മിമ്പറിന്റെ മുകളിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഈ വിശുദ്ധ റമളാനിന് യാത്രാമൊഴി നൽകുന്നത് ഇന്നത്തെ വെള്ളിയാഴ്ചകളിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. അത്രയും വിലപ്പെട്ട അതിഥിയാണ് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത്. ഈ അതിഥി നമുക്ക് നൽകിയിട്ടുള്ളത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും പരമോന്നതമായ പരിശീലനമാണ്. ഒരു സൈനിക താവളത്തിലെ പട്ടാള ഓഫീസറുടെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് അദ്ദേഹം നൽകുന്ന അഗ്നി പരീക്ഷണങ്ങൾ, തീവ്രമായ പരീക്ഷണങ്ങളിലൂടെ കടഞ്ഞെടുത്തുകൊണ്ടാണ് വിശുദ്ധ റമളാൻ നമ്മെ സ്ഫുടം ചെയ്തെടുത്തിട്ടുള്ളത്. റമളാനിൻ്റെ ശേഷമുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് എൻ്റെ ട്രെയിനിങ് ഉപകാരപ്പെടണം. വെല്ലുവിളികൾ അതിജീവിക്കുവാനുള്ള മനക്കരുത്തും ശാരീരിക ശേഷിയും നിങ്ങൾക്കുണ്ടാവണമെന്ന ഉത്തമ ബോധ്യത്തിലാണ് റമളാൻ എന്നെയും നിങ്ങളെയും പരിശീലിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, ഒരു തുള്ളി വെള്ളത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ജാഗരൂകരാണ് അല്ലേ? ഒരു തുള്ളി വെള്ളം ദാഹിക്കുന്ന സമയത്ത് ആരും കാണാതെ എൻ്റെ വീട്ടിൻ്റെ അടുക്കളയിൽ കയറിയിട്ട് എനിക്ക് വെള്ളം കുടിക്കാം, നോമ്പുകാരനായിട്ട് അഭിനയിക്കാം, ആരും അറിയില്ല. എൻ്റെ ഭാര്യയ്ക്ക് അടുക്കളയിൽ കയറി പാചകം ചെയ്യുന്ന സമയത്ത് റൊട്ടി വയറ്റിലേക്ക് കൊണ്ടുപോകാം, തണുത്ത വെള്ളമെടുത്ത് കുടിക്കാം, ഫ്രൂട്ട്സുകൾ കഴിക്കാം, ആരും കാണുകയില്ല. ഒരു തുള്ളി വെള്ളം ഒരു വേള നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ അത് ചെയ്തിട്ടുണ്ടായിരിക്കാൻ സാധ്യത പോലുമുണ്ട്. ചെറിയ കുട്ടികളാകുന്ന സമയത്ത് 6-ാമത്തെ വയസ്സിൽ 7-ാമത്തെ വയസ്സിൽ നോമ്പെടുത്ത് ശീലമുള്ള കുട്ടികളുണ്ടാകും. അവരോട് ചോദിച്ചു നോക്കൂ, കിണ്ടിയിൽ നിന്ന് ഒളുണ്ടാക്കുന്ന സമയത്ത് അവരതിനൊരു ഹദീസും പറയും, മുത്തുനബി വല്ലാത്ത നബിയാണ്, ഒന്നുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 3 മുറുക്ക് വെള്ളം കുടിക്കൽ സുന്നത്താക്കിയില്ലേ എന്ന് പറഞ്ഞ് കിണ്ടിയിൽ നിന്ന് വെള്ളം കുടിച്ച കുട്ടികളുണ്ട്. അതുപോലെ പള്ളിയിലെ ഹൗള്, ഇപ്പം പള്ളികളിൽ ഹൗള് ഇല്ല, ഇപ്പോൾ പൈപ്പാണ്. പള്ളിയിലെ ഹൗളിൽ നിന്ന് വെള്ളം കുടിച്ചിരുന്ന നോമ്പുകാരുണ്ട്. അവർ നോമ്പുകാരായിരുന്നു, ആരും അറിയില്ല അവർ വെള്ളം കുടിച്ചത്. അത്രയും കഠിനമായ ചൂടായിരുന്നു. ഇന്നും നമ്മൾ കഠിനമായ ചൂടിലാണ് നോമ്പിനെ സ്വീകരിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പ്രതിഫലം നമുക്ക് ഇരട്ടി ഇരട്ടിയായിട്ട് തരട്ടെ. പല ആളുകളും രോഗികളായി ഹോസ്പിറ്റലിൽ കിടപ്പുള്ളവർ എൻ്റെ അറിവിലുണ്ട്, എൻ്റെ നാട്ടിലുണ്ട്. നോമ്പെടുത്ത് ഉഷ്ണം സഹിക്കവയ്യാതെ ഉഷ്ണം സഹിക്കവയ്യാതെ പിന്നെ അടിയന്തര തീവ്ര പരിചരണ റൂമുകളിൽ അവർ മരണത്തെ മുഖത്തോട് മുഖം കാണുകയാണ്. അതിന് മാത്രം വലിയ ചൂടാണ്. ചിലപ്പോൾ എയർ കണ്ടീഷനിൽ ഇരിക്കുമ്പോൾ നമുക്കത് തോന്നിക്കൊള്ളണമെന്നില്ല. പുറത്ത് ഗംഭീര ചൂടാണ്. ശരീരം പൊള്ളിപ്പോയവരുണ്ട്, റോട്ടിലിറങ്ങി ജോലി ചെയ്യാൻ സാധിക്കാത്തവരുണ്ട്.
സഹോദരന്മാരെ, ഗൾഫ് രാജ്യത്ത് ഇപ്പോൾ ചൂട് കുറവാണെങ്കിലും നമ്മുടെ നാട്ടിൽ അതിശക്തമായ ചൂടിലാണ് ഈ സമുദായം നോമ്പെടുത്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ ഈ ഒരൊറ്റ കാരണം കൊണ്ട് പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത്രയും വലിയ ട്രെയിനിങ് ആണ് ഈ നോമ്പ് നമുക്ക് തന്നിട്ടുള്ളത്. എന്നാൽ 7 വയസ്സായ കുട്ടി വെള്ളം കുടിച്ചിട്ടുണ്ടാകും. എന്നാൽ 8ാമത്തെ വയസ്സാകുമ്പോൾ അവൻ അറിയാം വെള്ളം കുടിച്ചിട്ട് കാര്യമില്ല, ഇതിപ്പോൾ പടച്ചതമ്പുരാനെ പറ്റിക്കാൻ പറ്റൂല, നാട്ടുകാരെ പറ്റിച്ചാലും ഉമ്മാനെ പറ്റിച്ചാലും വാപ്പയെ പറ്റിച്ചാലും ഉസ്താദിനെ പറ്റിച്ചാലും അള്ളാഹുവിനെ വഞ്ചിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വെള്ളം കുടിച്ച് നോമ്പെടുത്തിട്ട് ഒരു കാര്യവുമില്ല. വെള്ളം കുടിച്ച് ഞാൻ നോമ്പുകാരനാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ചെറിയ കുട്ടികൾ വരെ, 8 വയസ്സുള്ള കുട്ടികൾ വരെ, എൻ്റെ വീട്ടിലെ കുട്ടി, ചെറിയ കുട്ടി അറിയാതെ വെള്ളം കുടിച്ചു പോയപ്പോൾ എന്നോട് പറഞ്ഞു, അറിയാതെ കുറച്ച് വെള്ളം കുടിച്ചു പോയി, നോമ്പ് മുറിയുമോ? ഞാൻ പറഞ്ഞു മുറിയില്ല. ആ കുട്ടിയുടെ മനസ്സിൽ വരെയുണ്ട് അറിയാതെ പോലും വെള്ളം കുടിക്കാൻ പാടില്ല, സൂക്ഷിച്ചു കൊള്ളണമെന്ന്. അത്രത്തോളം ചെറിയ കുട്ടികൾക്ക് വരെ നോമ്പ് പരിശീലനം നൽകുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ചോദിക്കട്ടെ, നോമ്പിൻ്റെ കാലത്ത് ഒരു തുള്ളി വെള്ളത്തിൻ്റെ വിഷയത്തിൽ, അതും ഹലാലായ വെള്ളം, നമ്മുടെ വീട്ടിലെ വെള്ളം, നമ്മുടെ കിണറ്റിലെ വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി ഇതൊരു അമാനത്താണ്. ആര് കണ്ടോ കണ്ടില്ലേ എന്നതല്ല, മേലെയുള്ളവൻ കാണുന്നുണ്ട്. അതുകൊണ്ട് വഞ്ചന പാടില്ല. ഒരു തുള്ളി വെള്ളത്തിൻ്റെ വിഷയത്തിൽ പോലും അള്ളാഹനെ പറ്റിക്കാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്ന ചെറിയ കുട്ടികൾ, സ്ത്രീകൾ, വയസ്സന്മാർ, ചെറുപ്പക്കാർ, ജോലി ചെയ്യുന്നവർ, കഠിനാധ്വാനം ചെയ്യുന്നവർ എല്ലാവരും നോമ്പിന് ഉഷാറാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നോമ്പ് കഴിഞ്ഞാൽ ഹറാമായ രക്തം, ഹറാമായ ശരീരം, ഹറാമായ സമ്പത്ത്, ഹറാമായ ഭക്ഷണം, ഹറാമായ സംസാരം, ഒന്നിലും നമുക്ക് സൂക്ഷ്മതയില്ല. ഹലാലായ വെള്ളം പോലും, ഹലാലായ നോട്ടം പോലും, ഹലാലായ കേൾവി പോലും അള്ളാഹു കണ്ണ് തന്നത് നോക്കാൻ വേണ്ടി മാത്രമല്ല, നോക്കാതിരിക്കാൻ കൂടി വേണ്ടിയാണ്. ചില സംഗതികൾ നോക്കാൻ വേണ്ടിയാണ് കണ്ണ് തന്നിട്ടുള്ളത്. എന്നാൽ വേറെ ചില സംഗതികൾ കാണുമ്പോൾ അങ്ങോട്ട് നോക്കാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ അവന് കണ്ണ് കൊടുക്കുന്നു. നല്ല കാഴ്ചയുള്ള 2 കണ്ണുകൾ, അവനത് നോക്കുന്നുണ്ടോ എന്നൊന്ന് നോക്കട്ടെ. നല്ല കേൾവിയുള്ള 2 ചെവിട് കൊടുത്തിട്ടുണ്ട്, ഖുർആൻ പാരായണം കേൾക്കാൻ വേണ്ടിയാണ്, നല്ലത് കേൾക്കാൻ വേണ്ടിയാണ്. എന്നാൽ അതിൻ്റെ അപ്പുറത്ത് തോന്നിവാസങ്ങളുടെ ശബ്ദങ്ങളുണ്ട്, അത് അവൻ കേൾക്കുന്നുണ്ടോ ഇല്ലേ, ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്ന് അള്ളാഹു തീരുമാനിക്കുകയാണ്. അപ്പം നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ തലച്ചോറും എല്ലാം നമുക്ക് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്, എന്നാൽ പ്രവർത്തിപ്പിക്കാതിരിക്കാനും ഉള്ളത് ആണ്. ഈ രീതിയിൽ നമ്മൾ നോമ്പ് കാലത്ത് ഹലാലിനെ വരെ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നു. നമ്മൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന, മഹർ കൊടുത്ത് നിക്കാഹ് ചെയ്ത് കൊണ്ടുവന്ന സ്ത്രീകളുമായി പോലും ബന്ധപ്പെടാൻ പാടില്ല എന്ന നിയമത്തിന് നമ്മൾ പരിപൂർണമായി വഴിപ്പെടുന്നു. എന്നാൽ നോമ്പ് കഴിഞ്ഞാലോ? നോമ്പ് കഴിഞ്ഞാൽ നമുക്ക് ഹറാമില്ല, ഹറാമായ രക്തമില്ല, ഹറാമായ സമ്പത്തില്ല, ഹറാമായ ശരീരമില്ല, ഹറാമായ അഭിമാനമില്ല. ഏത് മനുഷ്യൻ്റെ അഭിമാനത്തെയും പിച്ചു ചീന്താൻ നമുക്ക് നൊടിയിട കൊണ്ട് സാധിക്കുന്നു. അമാനത്ത് നഷ്ടപ്പെടുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അമാനത്ത് ആണ് ഏറ്റവും പ്രധാനം. ഏത് ഇരുട്ടറയിലും ആരും കണ്ടിട്ടില്ലെങ്കിലും ആര് കണ്ടാലും ഒരു തുള്ളി വെള്ളം പോലും ഞാൻ കുടിക്കുകയില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ള ആ അമാനത്ത് ഉണ്ടല്ലോ, ആ വിശ്വസ്തതയുണ്ടല്ലോ, ആ വിശ്വസ്തത പൊതുജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ, സാമൂഹിക, സാംസ്കാരിക, ധാർമ്മിക, സാമ്പത്തിക ജീവിതത്തിൽ എൻ്റെ മുസ്ലിം സമുദായത്തിന് ഈ ഒരു അമാനത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ലോകം മുഴുവനും അടക്കി ഭരിക്കുന്നവരായിട്ട് നമ്മൾ മാറുമായിരുന്നു. ഇന്ന് നമ്മൾ രാഷ്ട്രീയത്തിലിറങ്ങി അവിടെ തട്ടിപ്പും വഞ്ചനയും കളവുമാണ്. ഇന്ന് നമ്മൾ സാംസ്കാരിക മേഖലയിൽ ഇറങ്ങി, വിദ്യാഭ്യാസ രംഗത്ത് ഇറങ്ങി, അവിടെയെല്ലാം നമ്മൾ തട്ടിപ്പും വഞ്ചനയുമാണ്. നമുക്ക് ഹറാമ് ഇല്ല, ഹലാല് ഇല്ല. ഈ രീതിയിൽ അകപ്പതിച്ചു പോയവന് എങ്ങനെയാണ് വലഅല്ലക്കും തഷ്കുറൂൻ, നോമ്പ് വിട പറയുമ്പോൾ നിങ്ങൾ നന്ദിയുള്ളവരാകണം എന്ന അധ്യാപനം അവർ ഉൾക്കൊണ്ടിട്ടുണ്ടോ? നോമ്പ് വിട പറയുമ്പോൾ നന്ദിയുള്ളവരാകേണ്ടത്, നോമ്പ് കാലത്ത് എനിക്ക് ആദർശപരമായ ശുദ്ധി, എനിക്ക് ധാർമ്മികമായ ശുദ്ധി, എനിക്ക് സാമ്പത്തികമായ ശുദ്ധി, എനിക്ക് ചിന്താപരമായ ശുദ്ധി എപ്രകാരമായിരുന്നോ അതേ ശുദ്ധിയെ ഒരു കടുകുമണിയും കുറയാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി അടുത്ത വർഷം ഈ വിരുന്നുകാരൻ വരുന്ന സമയത്ത് മർഹബൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജീവിതത്തെ പുനഃക്രമീകരിച്ചെങ്കിൽ മാത്രമേ വലഅല്ലക്കും തഷ്കുറൂൻ എന്ന അധ്യാപനം ജീവിതത്തിൽ പകർത്തിയവരാകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ എൻ്റെ സംസാരം നീട്ടിക്കൊണ്ടു പോവുകയല്ല. വിശുദ്ധ റമദാൻ അവസാനിക്കുമ്പോൾ, പെരുന്നാളിൻ്റെ ദിവസങ്ങൾ വരുമ്പോൾ, നമുക്ക് പെരുന്നാളിൻ്റെ അന്ന് പോലും, പെരുന്നാളിൻ്റെ അന്ന് നമ്മൾ സക്കാത്തുൽ ഫിത്ർ കൊടുക്കുന്നു.
നമ്മൾ സക്കാത്തിനെ കുറിച്ച് ഇവിടെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സക്കാത്തുൽ ഫിത്തർ നിങ്ങൾ നോക്കൂ, ഞാൻ നീട്ടിക്കൊണ്ടു പോവുകയല്ല. സക്കാത്തുൽ ഫിത്തർ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഈ പള്ളിയിൽ കൂടിയ ഏതെങ്കിലും ഒരാൾ ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടത് അല്ലാത്തവനുണ്ടോ? ഇല്ല. 100% ആളുകൾ സക്കാത്ത് കൊടുക്കുകയാണ്. ചില ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ സക്കാത്തിനെ പറ്റി പറഞ്ഞു, അതിപ്പോൾ എല്ലാവർക്കും കൊടുക്കാനുള്ളതാണോ, അത് നമ്മളെ നാട്ടിലെ കുറച്ച് ആജ്യന്മാർക്ക് മാത്രമുള്ളതല്ലേ? അല്ല, ഈ പള്ളിയിൽ ഇപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഓരോരുത്തരും സക്കാത്ത് കൊടുക്കുകയാണ്. എന്ന് പെരുന്നാളിൻ്റെ അന്ന് ചെറിയ കുട്ടിക്ക്, മുല കുടിക്കുന്ന കുട്ടിക്ക്, ഇന്നലെ രാത്രി പ്രസവിച്ച കുട്ടിക്ക് സക്കാത്ത് അങ്ങോട്ട് കൊടുക്കണം. തലക്ക് വെളിവില്ലാത്ത കുതിരവട്ടത്ത് ചികിത്സ നടത്തുന്ന ഭ്രാന്തന്റെ പേരിൽ വരെ സക്കാത്ത് കൊടുക്കണം. ഈ സമുദായത്തിലെ 100% ആളുകൾ, ഇനി ഒന്നും കൂടി ഒരു താഴോട്ട് പറയുകയാണെങ്കിൽ ഒരു 99% ആളുകൾ നൽകേണ്ട നിർബന്ധിത ബാധ്യതയാണ് സക്കാത്തുൽ ഫിത്തർ. എല്ലാവരും ഇതിൽ പങ്കെടുക്കണം എന്ന് അള്ളാഹ് തീരുമാനിക്കാണ്. സക്കാത്ത് നുണയാൻ മുസ്ലിം സമുദായത്തിൽ എല്ലാവർക്കും ഒരു ഭാഗ്യമുണ്ടാവണം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 2.5% സക്കാത്ത്. ഇന്ത്യൻ ഇൻകം ടാക്സ് ഒരു പരിധിയിലപ്പുറം സമ്പത്ത് വന്നവന് 30%. 30% ഇന്ന് ഇൻകം ടാക്സ് അടക്കേണ്ടത്. എന്നാൽ അത് എന്തിനു വേണ്ടിയിട്ട്? സ്വർഗത്തിന് വേണ്ടിയിട്ടോ? അല്ല. അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഞമ്മക്ക് തന്ന പൈസ അല്ല, എൻ്റെ പൈസയിൽ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ എൻ്റെ ലാഭത്തിൽ നിന്ന് 30% ഈ രാജ്യത്തിന് വേണ്ടി കൊടുക്കണമെന്ന് പറയുമ്പോൾ അവിടെ വലിയ പ്രശ്നമൊന്നുമില്ല. അവിടെ നീതിയും അനീതിയും ഒന്നും വരുന്നില്ല. അവിടെ ലിബറലിസ്റ്റുകൾ സംസാരിക്കുന്നത് കേൾക്കുന്നില്ല. അവിടെ യുക്തിവാദികളെ കാണാനില്ല. എന്നാൽ 2.5% അള്ളാഹുവിൻ്റെ സമ്പത്തിൽ നിന്ന് അള്ളാഹു തിരിച്ചു ചോദിക്കുകയാണ്. കടമായിട്ടാണ് ചോദിക്കുന്നത്. കടം അള്ളാഹ് പറഞ്ഞ വെറുതെ തരുന്നല്ല, കടം തരുന്ന, ഞങ്ങൾക്ക് തന്നെ തിരിച്ചു തരും. മന്ദല്ലദി യുഖ്രിദുല്ലാഹ ഖർളൻ ഹസനൻ ഫയുളാഇഫഹു ലഹു അളാഫൻ കസീറാ. അവൻ എൻ്റെ പെട്ടിയിൽ പൈസ ഇടട്ടെ. അള്ളാന്റെ പെട്ടിയിൽ പൈസ ഇടാൻ വേണ്ടി പറയാ. എന്തിന്? ചെതലരിച്ചു പോകാനല്ല. എന്നിട്ട് പിന്നെന്തിനാണ്? അതിനെ അള്ളാഹു വർദ്ധിപ്പിച്ചു വലുതാക്കി നിങ്ങൾ നിക്ഷേപിച്ചിട്ടുള്ള ഒരു കോയൻസ് സ്വർണം, അത് നാളെ നിങ്ങൾ കാണുമ്പോൾ 1000 കോയനായി മാറിയിട്ടുണ്ട് ആ പെട്ടിയിൽ. നിങ്ങളത് കാണുന്നില്ല. മന്ദല്ലദി യുഖ്രിദുല്ലാഹ ഖർളൻ ഹസനൻ ഫയുളാഇഫഹു ലഹു അളാഫൻ കസീറാ. അത് മാത്രമാണ് ബാക്കിയുള്ളത്. ഞാനും നിങ്ങളും സമ്പത്ത് കഴിച്ചത് ബാക്കി ബാത്റൂമിൽ കക്കൂസിൽ പോയി. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ഒരു ആടിനെ അറുത്തുകൊണ്ട് റസൂലുള്ളാഹിന്റെ വീട്ടിൽ ഒരു ആടിനെ അറുത്തുകൊണ്ട് വിതരണം ചെയ്തു. റസൂലുള്ള തിരിച്ചു വന്നപ്പോൾ ആയിഷ ബീവിയോട് ചോദിച്ചു, അല്ല മോളെ, എന്താണ് ഇനി ബാക്കിയുള്ളത്? മാ ബഖിയത്, എന്താ ബാക്കിയുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഉടനെ പ്രതികരിച്ചു, മാ ബഖിയത് ഇല്ലൽ കത്തിഫ. നബിയെ, ഒന്നും ബാക്കിയില്ല, ഒക്കെ കൊടുത്തു കഴിഞ്ഞു. ഒരു കുറക്, ഒരു കയ്യിൻ്റെ കുറക് മാത്രമാണ് ബാക്കിയുള്ളത് നബിയേ. മാ ബഖിയത് ഇല്ലൽ കതിഫ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന നബി, പരലോകത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന നബി പറഞ്ഞു, ബൽ ബഖിയത് കുല്ലുഹാ ഇല്ലൽ കതിഫ. മോളെ, നീ ചിന്തിക്കുന്നത് പോലെയല്ല ഞാൻ ചിന്തിക്കുന്നത്. നിങ്ങൾ വിതരണം ചെയ്തിട്ടുള്ള മാംസമില്ലേ, അത് എല്ലാം ബാക്കിയുള്ളതാണ്. നമ്മൾ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഈ കുറകിന്റെ കഷ്ണമില്ലേ, ഇത് നശിച്ചു പോകുന്നു. ഞാനും നിങ്ങളും തിന്നുന്നത് അത് നാശത്തിന് വേണ്ടിയുള്ളതാണ്. നമ്മൾ കൊടുത്തു വച്ചിട്ടുള്ളത്, നമ്മൾ പെട്ടിയിൽ, നമ്മൾ സക്കാത്തിന്റെ ഫണ്ടിൽ വെച്ചിട്ടുള്ളത്, അത് ബാക്കിയുള്ളതാണ്. ബൽ ബഖിയത് കുല്ലുഹാ ഇല്ലൽ കതിഫ. ഞാൻ എന്താ പറഞ്ഞത്? 2.5% ചോദിച്ചത്. 1000 രൂപ നിങ്ങൾക്ക് കിട്ടിയാൽ, 1000 രൂപ നിങ്ങൾക്ക്, അതിനൊരു 25 ഉറുപ്പ്യ എടുത്തേക്കാൻ എന്താ പണി? 1000 ഉറുപ്പ്യന്ന് 25 രൂപ എന്ത് പണി? ഒരു പണിയില്ല. വേണമെന്ന് വിചാരിച്ചാൽ നടക്കും. അല്ല, 1000 ഉറുപ്പ്യക്ക് സക്കാത്തുണ്ട്. ഇപ്പോൾ പറഞ്ഞിപ്പോൾ എവിടെ ഇപ്പം നിങ്ങൾ എത്തിയെന്ന് ചോദിക്കും ചില ആൾക്കാർ. ഞാൻ പറയുന്നു, 1000 ഉറുപ്പ്യക്ക് സക്കാത്ത് കൊടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നവന് കൊടുക്കാൻ നിർബന്ധമൊന്നുമില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല അൻ യശാ റബ്ബുഹാ. സ്വത്തിന്റെ ഉടമസ്ഥൻ, ഞാൻ ഈ പറഞ്ഞ നിസാബിന്റെ താഴെ സ്വത്ത് ഉള്ളവൻ, അഥവാ 595 ഗ്രാം വെള്ളിയുടെ താഴെയാണോ എങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് സമ്പത്ത് പിടിച്ചു വാങ്ങരുത്. അതിനുള്ള അധികാരം ഞമ്മക്കില്ല. ഇല്ല അൻ യശാ റബ്ബുഹാ. മുതലാളി തീരുമാനിച്ചാൽ ഒഴികെ. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? മുതലാളി തീരുമാനിക്കാണ്, ഇൻ്റെ അടുക്കൽ 1000 ഉറുപ്പ്യ ഉണ്ട്, ഇന്ന് എനിക്ക് ജോലി ചെയ്തിട്ട് 1000 കിട്ടി, അതിന് 25 ഉറുപ്പ്യ സക്കാത്തായിട്ട് ഞാൻ ഈ പെട്ടിയിലിട്ട് വെക്കട്ടെ എന്ന് ഒരാൾ തീരുമാനിച്ചാൽ അവൻ്റേത് സക്കാത്തായിട്ട് സ്വീകരിക്കാൻ അള്ളാഹു വിശാല ഹൃദയമുള്ളവനാണ്. അള്ളാഹു വിശാല മനസ്കനാണ്. ആര് പറഞ്ഞു സ്വീകരിക്കൂല എന്ന്?
എത്രയോ പഴയകാലത്തെ പണ്ഡിതന്മാർ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്കൊരു പെട്ടി വെക്കാം. സക്കാത്തിന്റെ പെട്ടി എന്ന് പറഞ്ഞിട്ട് പെട്ടി വെച്ചോളി, ഒരു കുഴപ്പമില്ല. നല്ല ശീലങ്ങൾ ഇക്കാലം വരെ ഇതൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ലല്ലോ, ബാപ്പ ചെയ്തിട്ടില്ലല്ലോ, വല്യാപ്പ ചെയ്തിട്ടില്ലല്ലോ, അതൊന്നും നോക്കണ്ട. നിങ്ങൾ തുടങ്ങാൻ പോകുന്നത് പുത്തനാചാരമല്ല, നിങ്ങൾ തുടങ്ങാൻ പോകുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ്. വീട്ടിലൊരു പെട്ടി ഉണ്ടാക്കുക. നമ്മളെ പള്ളി കമ്മിറ്റിക്ക് ഇപ്പോൾ യാതൊരു അനക്കവുമില്ല, എത്ര പ്രസംഗിച്ച് ഓൾക്ക് ചൂടാകുന്നില്ല, നമ്മളെ നാട്ടിൽ ആർക്കും താല്പര്യമില്ല. വേണ്ട, നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്കൊരു സക്കാത്ത് ഫൗണ്ടേഷൻ ഉണ്ടാക്കിക്കൂടെ? നിങ്ങൾക്ക് ശമ്പളമില്ലേ? നിങ്ങളെ ഭാര്യയ്ക്ക് ശമ്പളമില്ലേ? നിങ്ങളെ മക്കൾ ശമ്പളം വാങ്ങുന്നില്ലേ? നിങ്ങൾക്ക് വരുമാനമില്ലേ? എങ്കിൽ സഹോദര, 1000 റുപ്യല്ലേ കിട്ടിയിട്ടുള്ളൂ, ആയിക്കോട്ടെ, 1000 ആയിക്കോട്ടെ, അതിൻ്റെ 25 രൂപ ഒരു പെട്ടിയിലിട്ട് വെച്ചോളി. നിങ്ങൾ വേറെ ആരോടും നിർബന്ധിക്കണ്ട. 1000 റുപ്യ കിട്ടിയാലൊക്കെ സക്കാത്ത് തരീന്ന് എല്ലാവരോടും വിളിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ എൻ്റെ 1000-ൽ നിന്ന് 25 രൂപ ഈ നാട്ടിലെ അവകാശികൾക്ക് വേണ്ടി ഞാൻ നീക്കി വെക്കുന്നു എന്ന് തീരുമാനിക്കാൻ ഒരു പ്രയാസവുമില്ല. വേണമെന്ന് വെച്ചാൽ 2.5% എന്ന് ഇതിനെ ക്ലിപ്തപ്പെടുത്തിയത് നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം ആളുകൾക്കും ഈ കർമ്മത്തിൽ പങ്കെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ്. നിസ്കാരം പോലെ നിസ്കാരത്തിൽ എല്ലാവർക്കും പങ്കെടുക്കാലോ, കസേരയിട്ട് നിസ്കരിക്കാനുള്ള സംവിധാനമുണ്ടല്ലോ. ഇനി ഇരിക്കാൻ കഴിയാത്തവന് ഈ പള്ളിയിൽ വന്ന് കിടന്ന് നിസ്കരിക്കാനുള്ള സംവിധാനമുണ്ട്. നിസ്കാരത്തിൽ ഈ നാട്ടിലെ മുസ്ലിമീങ്ങളിൽ മഹാഭൂരിപക്ഷത്തിനും പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ, അതുപോലെ സക്കാത്തിന്റെ വിഷയത്തിൽ മുസ്ലിം ഉമ്മത്തിലെ 100 അല്ലെങ്കിൽ 99% ആളുകൾക്കും പങ്കെടുക്കാൻ കഴിയണമെന്നതാണ് അള്ളാഹുവിൻ്റെ തീരുമാനം. നിങ്ങളെ സമ്പത്തിന്റെ സക്കാത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അവസരം തരുന്നുണ്ട്. അത് നോമ്പ് കഴിഞ്ഞിട്ട് പെരുന്നാളിന്റെ അന്നാണ്. പെരുന്നാളിന്റെ അന്ന് സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമില്ലാത്ത ആരാണുള്ളത്? ചില ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ട്, ഞാൻ ഫിത്ർ സക്കാത്ത് വാങ്ങേണ്ട ആളാണ്, കൊടുക്കേണ്ട ആളല്ല. അങ്ങനെ ഉണ്ട് പലയിടത്തും. ഫിത്ർ സക്കാത്ത് കൊടുക്കണ്ടോ? ഇല്ല, എനിക്ക് കിട്ടണതാ, ഞാൻ വാങ്ങുന്ന ആളാ. അല്ലല്ല, നമ്മുടെ നാട്ടിലെ ഫിത്ർ സക്കാത്ത് വാങ്ങുന്ന ആളുകൾ വരെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടവരാണ്. 1% പോലും മാറ്റി വെക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മാറ്റി വെക്കാനുള്ളത് ആരെന്നറിയോ? പെരുന്നാളിൻ്റെ അന്നത്തെ രാത്രിയിലും പകലിലും ജീവിക്കാൻ ആവശ്യമായ ഒരു സംഗതിയും കയ്യിലില്ലാത്തവൻ, അഥവാ ഓൻ്റെ ബാലൻസ് വട്ടപൂജ്യാണ്, 0 ബാലൻസ് ഉള്ളവൻ മാത്രമേ സക്കാത്ത് കൊടുക്കേണ്ടാത്തവനായിട്ടുള്ളൂ. ബാക്കി എല്ലാവരും, എനിക്ക് പെരുന്നാളിൻ്റെ അന്ന് പകലും രാത്രിയും ഉള്ള സാപ്പാട് എൻ്റെ കയ്യിലുണ്ട്, അതിൻ്റെ പുറമേ ഒരു ഭക്ഷണം, ഒരു എന്ന് പറഞ്ഞാൽ 2600, ഏകദേശം 2600 അരിയുടെ ഒരു പൈസ അല്ലെങ്കിൽ അരി എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടവനാണ്. ഞാൻ ഈ നാട്ടിലെ മുതലാളിയെ പോലെയാണ്. ഈ നാട്ടിലെ മുതലാളിമാർ സക്കാത്ത് കൊടുക്കുന്നവരാണ്. പോരാ, ഞാനും കൊടുക്കണം. ഞാനും മുതലാളിയും ഒരുമിച്ച് ചെയ്യേണ്ട പണിയാണിത്. സംഗതി ഞാൻ ഫക്കീറാണ്, ഫക്കീർ സക്കാത്ത് കൊടുക്കണം. എന്ത് ഫക്കീർ സക്കാത്ത് കൊടുക്കണം? മിസ്കീനാണ് ഞാൻ, കടക്കാരനാണ് ഞാൻ, ബാധ്യതയുള്ളവനാണ് ഞാൻ, ഹോസ്പിറ്റലിൽ ബില്ലടക്കാനുള്ളവനാണ്, ഞാൻ കൊടുക്കണം സക്കാത്ത്. കാരണം എന്താ? മാനദണ്ഡം എന്താണെന്നറിയുമോ? പെരുന്നാളിൻ്റെ അന്നത്തെ രാത്രിയിലും പകലിലുമുള്ള ആഹാരം അവൻ്റെ കയ്യിലുണ്ടോ? അത് കഴിഞ്ഞിട്ട് 2.5 കിലോ അരി വാങ്ങാനുള്ള പൈസയുണ്ടോ? ഉണ്ടെങ്കിൽ അവൻ സക്കാത്ത് കൊടുക്കണം. ഈ കണക്ക് വെച്ച് നോക്കിയാൽ ഞാൻ 99 എന്ന് പറഞ്ഞത് ചിലപ്പോൾ തെറ്റായി പോകും. 100% ആളുകൾ ഈ ചെറുവാടിയിലും പരിസരത്തും സക്കാത്ത് കൊടുക്കാനുള്ളവരായിരിക്കും. പെരുന്നാളിൻ്റെ അന്നത്തെ ഒരു ദിവസം ഈ സമുദായത്തിൽ ഒരാളും പട്ടിണി കിടക്കുന്നവരുണ്ടാകാൻ പാടില്ല എന്ന് വിശുദ്ധ ഇസ്ലാം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലും ഈ സമുദായത്തിൽ പട്ടിണി ഉണ്ടാകരുത് എന്ന് തീരുമാനിക്കാനുള്ള ഊർജമല്ലേ നോമ്പ് നമുക്ക് തരുന്നത്? പെരുന്നാളിൻ്റെ അന്ന് പട്ടിണി ഉണ്ടാകാൻ പാടില്ല, അന്ന് എല്ലാവർക്കും ചോറും കറിയൊക്കെ കിട്ടണം, പെരുന്നാൾ കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ. അല്ല, ഇത് മദ്രസയാണ്, ഇത് സൈനിക ക്യാമ്പാണ്, ഇത് പരിശീലനമാണ്. ഇതുവരെ നിങ്ങൾ ജീവിച്ചിട്ടുള്ളത് ഏതൊരു ആത്മീയ ചൈതന്യവുമായിട്ടാണോ, അതേ ചൈതന്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അള്ളാഹു പറയുന്നു, വലഅല്ലക്കും തഷ്കുറൂൻ. പെരുന്നാളിൻ്റെ പിറ്റേന്ന് ഈ നാട്ടിൽ പട്ടിണി ഉണ്ടാകാൻ പാടില്ല. പെരുന്നാൾ കഴിഞ്ഞിട്ട് അടുത്ത മാസം ഈ നാട്ടിൽ പട്ടിണി ഉണ്ടാകാൻ പാടില്ല. പട്ടിണി നിർമാർജനത്തിനുള്ള എല്ലാ വഴികളും നിങ്ങൾ തുറക്കണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ വിശുദ്ധ നോമ്പിൻ്റെ അവസാനത്തിൽ നോമ്പിൻ്റെ കേടുപാടുകൾ തീർക്കാനാണ്. നമ്മൾ എത്ര കഠിനാധ്വാനം ചെയ്ത് എത്ര പൊള്ളുന്ന വെയിലിൽ നോമ്പെടുത്തവനാണെങ്കിൽ പോലും നമ്മുടെ നോമ്പിനൊക്കെ തകരാറുണ്ടാകാൻ സാധ്യതയുണ്ട്. ആ തകരാറിനെ പരിഹരിക്കാൻ എത്ര വലിയ മൗലവിയാണെങ്കിലും, എത്ര വലിയ പണ്ഡിതനാണെങ്കിലും, എത്ര വലിയ ഉറക്കമൊഴിച്ച് ആരാധന ചെയ്തവനാണെങ്കിലും, അവൻ്റെ ഒക്കെ നോമ്പിന് നിങ്ങളറിയാത്ത എന്തെങ്കിലും തകരാറുണ്ടാകും. ആ തകരാറ് പരിഹരിക്കാൻ പാവപ്പെട്ടവന് അന്നം കൊടുക്കാനാണ് പറയുന്നത്. പെരുന്നാളിൻ്റെ അന്ന്
അതുകൊണ്ട് ആ ശീലം നമ്മുടെ നോമ്പിൻ്റെ ശേഷം ഉണ്ടാവും. നോമ്പ് കഴിഞ്ഞാൽ നമുക്ക് നിസ്കാരമുണ്ട്, ആ നിസ്കാരത്തിന് തകരാറുണ്ടാകാം. നോമ്പ് കഴിഞ്ഞാൽ നമ്മൾ ഖുർആൻ ഓതുന്നുണ്ട്, ആ ഓത്തിൽ തകരാറുണ്ടാകാം. ഇതൊക്കെ പരിഹരിക്കണമെങ്കിൽ നാട്ടിലെ പാവപ്പെട്ടവരെ സൂക്ഷിക്കണം, അവർക്ക് അന്നം കൊടുക്കാൻ തയ്യാറാവണം, അവർക്ക് വീട് വെച്ചു കൊടുക്കാൻ തയ്യാറാവണം. അങ്ങനെയുള്ള പദ്ധതികളിലെല്ലാം നമ്മൾ മുഴുകണം. എന്നിട്ട് അടുത്ത വർഷം ഈ വിരുന്നുകാരൻ വരുമ്പോൾ വളരെ ഭംഗിയായി, വളരെ ആദരവോടുകൂടി, വളരെ ബഹുമാനത്തോടുകൂടി ഈ വിരുന്നുകാരനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ വിരുന്നുകാരനെ സ്വീകരിച്ചിരുന്നവർ, മാന്യമായി വീട്ടിൽ കയറ്റിയിരുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലും പരിസരങ്ങളിലും ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഇന്ന് മണ്ണിൻ്റെ ചുവട്ടിലാണ്. അവരെക്കുറിച്ച് നമ്മൾ പലതും പറഞ്ഞിരുന്നു. മൗലവി എന്ന് പറഞ്ഞിരുന്നു, ഉസ്താദ് എന്ന് പറഞ്ഞിരുന്നു, മുതലാളി എന്ന് പറഞ്ഞിരുന്നു, വയസ്സൻ എന്ന് പറഞ്ഞിരുന്നു, ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞിരുന്നു, കച്ചവടക്കാരൻ, കർഷകൻ, സ്ത്രീ, പുരുഷൻ എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ കുറേ ആളുകൾ നോമ്പിൻ്റെ കൂട്ടത്തിൽ, നമ്മുടെ എല്ലാം കൂട്ടത്തിലുണ്ടായിരുന്നു. ചിലർ നമ്മുടെ മാതാപിതാക്കളായിരിക്കാം, നമ്മുടെ ജ്യേഷ്ഠന്മാരോ അനുജന്മാരോ ആയിരിക്കാം, നമ്മുടെ ഭാര്യമാരോ ഭർത്താക്കന്മാരോ ആയിരിക്കാം, നമ്മുടെ കുട്ടികളായിരിക്കാം. പക്ഷേ ഇന്ന് അവരാരും നമ്മുടെ കൂടെയില്ല. അവരിന്ന് മണ്ണിൻ്റെ ചുവട്ടിലാണ്. അവരെക്കുറിച്ച് നമ്മൾ മുസ്ലിയാരെന്ന് പറയുന്നില്ല, മൗലവി എന്ന് പറയുന്നില്ല, മുതലാളി എന്ന് പറയുന്നില്ല. രണ്ട് ഗ്രൂപ്പുകൾ മാത്രമാണ് അവർ. നേരത്തെ അവർ പല ഗ്രൂപ്പിലായിരുന്നു. ഇന്ന് മണ്ണിൻ്റെ ചുവട്ടിൽ അവർ രണ്ട് ഗ്രൂപ്പാണ്. ഏതാണ് ആ രണ്ട് ഗ്രൂപ്പ്? നോമ്പ് എടുത്ത് വിജയിച്ചവരാണ് ഒരു ഗ്രൂപ്പ്, വേറെ ഒരു ഗ്രൂപ്പ് പരാജയപ്പെട്ടു പോയവരാണ്. ഒന്നുകിൽ അവർ സ്വർഗത്തിൻ്റെ അവകാശികളാണ്, അല്ലെങ്കിൽ അവർ നരകത്തിൻ്റെ അവകാശികളാണ്. ഇങ്ങനെ രണ്ട് ഗ്രൂപ്പല്ലാത്ത മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് ഇല്ലാത്ത ലോകത്തേക്ക് അവർ പോയിട്ടുണ്ട്. നമ്മളും അങ്ങനെ പോകേണ്ടവരാണ്. അടുത്ത വർഷം ഇവിടെ ഉണ്ടാകുന്നത് ആര് എന്ന് ഒരു ഗ്യാരണ്ടിയുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവസാനത്തെ ഈ വെള്ളിയാഴ്ച, ഈ റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിലെ ഏകദേശം 5 കഴിഞ്ഞു പോവുകയാണ്. ഈ അവശേഷിക്കുന്ന 4 അല്ലെങ്കിൽ 5 ഏറ്റവും മാന്യമായ രീതിയിൽ യാത്ര അയക്കാൻ ഇനിയുള്ള സമയങ്ങൾ നമ്മളെല്ലാവരും ശുഷ്കാന്തി കാണിക്കണമെന്ന് ഞാൻ എൻ്റെ സ്വന്തം ശരീരത്തോടും എൻ്റെ സംസാരം കേൾക്കുന്നവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെയും, പ്രത്യേകിച്ച് ഈ പള്ളിയുമായി ബന്ധപ്പെട്ടവർ, ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്നവർ, ഈ പള്ളിയെ സജീവമാക്കാൻ വേണ്ടി സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും പ്രയത്നം കൊണ്ടും എല്ലാവിധ പ്രയാസങ്ങളും സഹിക്കുന്ന ആളുകളുണ്ട്. അവരുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുണ്ട്. പടച്ചവനെ, ഈ നാടിൻ്റെ വെളിച്ചമായിരുന്ന, ഈ കേന്ദ്രത്തിൻ്റെ നായകനായിരുന്ന ബഹുമാനപ്പെട്ട സുബൈർ ഉസ്താദ് മരണപ്പെട്ടു പോയി. ഏകദേശം 1-2 വർഷങ്ങളെ ആകുന്നുള്ളൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി വൽ ജലാൽ നമ്മുടെയും അവരുടെയും എല്ലാവരുടെയും പരലോക ജീവിതം വെളിച്ചമാക്കുമാറാകട്ടെ. വിശുദ്ധ റമദാനിൽ കത്തി ജ്വലിക്കുന്ന തീക്കുണ്ടാരത്തിൽ നിന്ന് മോചനം നൽകപ്പെട്ട മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെയും അവരെയും എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.